ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മദ്ഹബിൻ്റെ ശൈഖ് റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വഉലിദ ഇമാമുനാ റളിയല്ലാഹു അൻഹു ബിഗസ്സത. നമ്മുടെ ഇമാം അവർ ജനിച്ചത് ഗസ്സയിലാണ്. ഇപ്പം നമ്മൾ ഗസ്സ കേൾക്കണ്ടല്ലോ, ഫലസ്തീൻ. ആ ഗസ്സയിൽ മാഷാ അല്ലാഹ് ബറക്കത്തുള്ള ഭൂമിയാണ്. ഏതോ ഗസ്സ അറിയോ? അല്ലത്തി തുഫിയ ഫീഹ ഹാഷിമു ജദ്ദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളെ വെല്ലിപ്പ ഹാഷിം എന്നവർ വഫാത്തായ സ്ഥലമാണത് ഗസ്സ. അപ്പം ജനനം ഗസ്സയിൽ. സുമ്മ ഹുമില ഇലാ മക്കത്ത വഹുവ ബിനു സനത്തൈൻ. പിന്നെ 2-ാം വയസ്സിൽ നമ്മുടെ ശൈഖവറുകളെ മക്കയിലേക്ക് ചുമക്കപ്പെട്ടു, മക്കയിലേക്ക് കൊണ്ടുപോയി. വ നശഅ ബിഹ. മക്കയിലാണ് നമ്മളെ ഇമാം അവറുകൾ വളർന്നത്. മാഷാ അല്ലാഹ്, വല്ലാത്ത ബറക്കത്തല്ലേ. ഹബീബ് കളിച്ച് നടന്ന, ഓടി നടന്ന, ജീവിച്ച് വളർന്ന മക്കയിൽ തന്നെയാണ് നമ്മുടെ ഇമാം അവറുകൾ വളർന്നത്. വഹഫിളൽ ഖുർആന വഹുവ ഇബ്നു 7 സിനീൻ. അല്ലാഹ്, 7-ാം വയസ്സിൽ കുറേ കാലെടുത്തിട്ടല്ല, 7-ാമത്തെ വയസ്സിൽ കുറച്ച് കാലം കൊണ്ട് ഖുർആൻ മൊത്തം മനപ്പാടാക്കി. ഇത് നമ്മളെ കുട്ടികൾ മനപ്പാടാക്കണമല്ല, ആ മോഡലല്ലത്. വിവേകത്തോടുകൂടെ മനപ്പാടമാക്കി. വൽ മുവത്വഅ, ഹദീസ് ബഹുമാനപ്പെട്ട മാലിക് എന്നവരുടെ മുവത്വ അതും മനപ്പാടമാക്കി. എപ്പോ വയസ്സെത്ര? വഹുവ ഇബ്നു 10. വഹുവ ഇബ്നു 10. 10 വയസ്സാണ്. 10-ാം വയസ്സിലെ മൊത്തം മനപ്പാടാക്കി. പല റിപ്പോർട്ടുകളുണ്ടല്ലോ, ഇതെല്ലാം മനപ്പാടാക്കി. വലിയ ആളല്ലേ. വതഫഖഹ അലാ മുസ്ലിം ഇബ്നു ഖാലിദ് മുഫ്തി മക്ക. മക്കയിൽ അറിയപ്പെട്ട മുഫ്തിയായിരുന്ന മുസ്ലിം ഇബ്നു ഖാലിദ് എന്നവരുടെ അടുത്ത് വെച്ചാണ് ഫിഖ് പഠിച്ചത്. അന്ന് ഫിഖിൻ്റെ ഗ്രന്ഥമൊന്നുമില്ലല്ലോ. അപ്പം മഹാനരുടെ അടുത്ത് വന്ന്, ചാരത്ത് വന്നിട്ടാണ് വിഷയങ്ങളൊക്കെ, ഫിഖിൻ്റെ മസാലകളും സംഗതികളൊക്കെ മനസ്സിലാക്കുന്നത്. തുടക്കേ ഏതാ അവസ്ഥ? വ അദിന ലഹു ഫിൽ ഇഫ്തായി വഹുവ ഇബ്നു 15 സന. 15 വയസ്സായപ്പോൾ ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, നീ ഫത്വ കൊടുക്കട്ടോ. സർട്ടിഫിക്കറ്റ് കിട്ടി. നമ്മളൊക്കെ 15-ൽ ഈ മേഖലയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവില്ല. മാഷാ അല്ലാഹ്, ഇതൊക്കെ ഏതാ അവസ്ഥ അറിയോ? ഉമ്മാന്റെ സംരക്ഷണത്തിൽ, ചെറുപ്പത്തിൽ വാപ്പ് വരച്ചിരുന്നു. ഉമ്മാന്റെ സംരക്ഷണത്തിലായിട്ട് യതീമായി വളർന്ന കുഞ്ഞുമോൻ, അതന്നെ ഫീ ഖില്ലത്തിൻ മിനൽ ഐശി വളിയത്തി ഹാൽ, വല്ലാത്ത പ്രാരാബ്ദത്തിലും ഒക്കെ ലളിതമായ ജീവിതം, ഇടങ്ങേറുള്ള ജീവിതം. അങ്ങനെയായിരുന്നു അവസ്ഥ. വകാന ഫീ സ്വിബാഹു യുജാലിസുൽ ഉലമാ. ചെറുപ്രായത്തിൽ തന്നെ ഉലമാക്കളെ സദസ്സിലൊക്കെ നല്ല ഭവ്യതയോടുകൂടി, അതോടുകൂടി പോയിരിക്കും. എന്തിന്? അറിവ് ശേഖരിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളെ മക്കൾക്ക് ദീനിയായ ഉലൂമ് അവർ സ്വായത്തമാക്കണം, അവർ പഠിക്കണം എന്നൊരു ആർത്തി രക്ഷിതാക്കൾക്കുണ്ടോ? ഉള്ളവരുണ്ടാവും. അവിടെ സ്കൂളുണ്ടോ? ഇല്ലേ? എന്നാ വേണ്ട, പോട ചങ്ങായി. എന്നല്ലേ നമ്മളവരോട് പറയണ്ടേ? ദീന പഠിക്കേണ്ടത്, മറ്റേ വേണ്ടെന്നല്ല. ഇതിനെ സൈഡായി കാണും, മറ്റേ ഒന്തിയായി കാണും. പറ്റൂല.
അതിന് നമ്മൾ വഹയിൻ്റെ ഇൽമിനെ ഉണ്ടയായി കണ്ട് അനിവാര്യമായി കണ്ട് മറ്റേനെ സൈഡായി കണ്ടോളി. ആഖിറത്തേക്ക് ഉപകാരപ്പെടുക ഈ ഇൽമ. വയക്തുബു മാ യസ്തഫീദുഹു ഫിൽ ഇളാമി വനഹ്ബിഹ. മഹാൻ ഈ ഉലമാക്കളോട് കൂടി പോയിരുന്ന് അവരിൽ നേടിയെടുത്ത ഇൽമിൻ്റെ മണിമുത്തുകളൊക്കെ എല്ലുകളിലും തോലുകളിലും പലതിലുമായിട്ട് എഴുതി വെച്ച് വീടൊക്കെ നിറഞ്ഞിരുന്നു. ഇത് കടലാസൊന്നുമല്ല, വലിയ സാധനങ്ങളല്ലേ. മാഷാ അല്ലാ, അധ്വാനിച്ചിട്ട് അത് കിട്ടിയ മഹാനർക്ക് അധ്വാനമാണ്. ഇപ്പം എവിടെ അധ്വാനം? ഒഴിവുണ്ടോ? മൊബൈലും മാന്തുക. സുമ്മറഹല ഇലാ മാലിക്കിൻ ബിൽ മദീന. 10-ാം വയസ്സിൽ മുവത്ത മനപ്പാടും. പിന്നെ ആ മുവത്ത രചിച്ച ബഹുമാനപ്പെട്ട മാലിക് എന്നവരിലേക്ക് ശിഷ്യത്വം പഠിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോയി. വലാസമഹു മുദ്ദ, കുറേ കാലം അവിടെ കൂടി. പിന്നെ ثم قدم بغداد سنة 95 و100. 195-ാം വയസ്സിൽ, 150-ലാകുമ്പോൾ എന്താണ് ജനിക്കുന്നത്? ഇപ്പം എത്രയായി? ഇപ്പം 95, 45 വയസ്സ്. അപ്പം പിന്നെ ബഗ്ദാദിക്ക് പോയി. ഫഅഖാമ ബിഹാ സനതൈൻ, അവിടെ 2 വർഷം ബഗ്ദാദ്. വജ്തമഅ അലൈഹി ഉലമാഉഹ. മൂപ്പരോട് എത്തിയപ്പം ബഗ്ദാദിലെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ അവിടെ തടിച്ചുകൂടി. മഹാനരിൽ നിന്ന് അറിവ് ശേഖരിക്കാൻ തുടങ്ങി. വറജഅ കസീറും മിൻഹും അൻ മദാഹിബ കാനു അലൈഹ ഇലാ മദ്ഹബിഹി. അതിൽ കുറേ ആലിമീങ്ങൾ അവർ മനസ്സിലാക്കിയ മദ്ഹബുകൾ, അതിൽ നിന്നൊക്കെ, അത് തെറ്റായിട്ടൊന്നുമല്ല, അതിൽ നിന്നൊക്കെ ഏറ്റവും സൂട്ടബിളായ, ഏറ്റവും ഫിറ്റായ, ഏറ്റവും ഉഷാറുള്ള തൻ്റെ മദ്ഹബിലേക്ക് മടങ്ങി ആ സമർത്ഥനവും ആ വിവരണവും എല്ലാം ആകർഷിച്ച്. മാഷാ അല്ലാഹ്, നമ്മുടെ ശൈഖ് അവറുകൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. ആ ഇമാമിൻ്റെ പിന്നിൽ ആ ഇമാമിനെ ഫോളോ ചെയ്യുന്നവരാ നമ്മൾ. ഓവർടേക്ക് ചെയ്യരുത്. ഇമാമിൻ്റെ മദ്ഹബിനെ ഞാൻ അലങ്കോലപ്പെടുത്തരുത്. നാളെ പിടിക്കും മഹാനർ. എന്തിനടാ എൻ്റെ മദ്ഹബിനെ അലങ്കോലപ്പെടുത്തിയാറുണ്ട്? അല്ലാഹ് ആക്കട്ടെ. പിന്നെ വസ്വന്നഫ ബിഹാ, ആ ബഗ്ദാദിൽ വെച്ചാണ് കിതാബഹുൽ ഖദീമ. ജദീദും ഖദീമൊക്കെ ഉണ്ടല്ലോ. ഖദീമിൻ്റെ കിതാബുകളൊക്കെ മൂപ്പര് രചിച്ചു. സുമ്മ ആദ ഇലാ മക്കത്ത, പിന്നെ മക്കയിലേക്ക് പോയി. ഫഅഖാമ ബിഹാ മുദ്ദ, മക്കല്ലേ മക്ക. ചെറുപ്പത്തിൽ മക്കത്തുണ്ടായിരുന്നു, അവിടെ കുറേ കാലം നിന്ന്. വീണ്ടും സുമ്മ ആദ ഇലാ ബഗ്ദാദ സനത 98 ഹിജ്റ 98 കേട്ടോ. അത് മൂപ്പർക്ക് 48 വയസ്സുണ്ട്. അപ്പോൾ വീണ്ടും ബഗ്ദാദിലേക്ക് എത്തി. ഫഅഖാമ ബിഹ, പിന്നെ അവിടെ താമസാക്കി കുറച്ച് കാലം. സുമ്മ ഖറജല മിസ്ര, പിന്നെന്തായി? ഈജിപ്തിലേക്ക് പോയി. പൂവന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പഠിക്കുന്നു, മനനം ചെയ്യുന്നു, ഇൽമ് പ്രചരിപ്പിക്കുന്നു. ഫലം യസൽ നാശിറൽ ലിൽ ഇൽം, അങ്ങനെ മഹാനർ ഇൽമ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇൽമ് പഠിക്കുക, അത് നല്ല ഉദ്ദേശത്തിൽ പ്രചരിപ്പിക്കുന്നത് വലിയ പുണ്യമുള്ള സംഗതിയല്ലേ. മാഷാ അല്ലാഹ്. മുലാസിമൻ ലിൽ ഇസ്തിഗാലി ബിജാമിഇഹിൽ അതീഖ്, ജാമിഉൽ അസ്ഹറിൽ ഇൽമുമായി ഷോലായി അവിടെ തന്നെ കൂടി. സുമ്മന്തഖല ഇലാ റഹ്മത്തില്ലാഹ്, പിന്നെ അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മഹാനർ നീങ്ങി വഫാത്തായി. എത്ര വയസ്സെത്ര? വെറും 54 വയസ്സ്. യുവ കോമളനായിട്ടാണ് വഫാത്താവണത്. നമ്മൾ കരുതുന്നത് വലിയ വയസ്സനായി. വഹുവ ഖുതുബുൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഖുതുബാണ്.
ഈ പ്രപഞ്ചത്തിൻ്റെ അച്ചുതണ്ടാണ് മഹാനർ. യൗമൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ചയാണ് വഫാത്ത്. സൽഹ റജബ, റജബിൻ്റെ ആഖിർ ദിനം, അവസാന ദിനം. ഏതാ കൊല്ലം? സനത്ത് 40 204. 150 ജനിച്ചു, 204 വഫാത്തായി. വെറും 54 വയസ്സ്. ആയുസിൻ്റെ ഒരു ബറക്കത്ത്. ആ ചുരുങ്ങിയ കാലയളവിൽ എന്തെല്ലാം മഹാൻ ഉണ്ടാക്കി. മഹാൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരിക്കും ഭൂമിയുടെ അവസ്ഥ? ബിൽ ഖറാഫ, ബഗ്ദാദിലുള്ള ഖറാഫയിൽ വലിയ ശ്മശാനമാണത്. ബഅദൽ അസ്ർ മീ യൗമി, വെള്ളിയാഴ്ച അസ്റിൻ്റെ ശേഷം മറവ് ചെയ്തു. വന്തശറ ഇൽമുഹു ഫീ ജമീഇൽ ആഫാഖ്, എല്ലാ ഇടങ്ങളിലും മഹാനരുടെ ഇൽമ് പ്രചരിച്ചു. വതഖദ്ദമ അലൽ അഇമ്മത്തി ഫിൽ ഖിലാഫി വൽ വിഫാഖി, അഇമ്മത്തിൻ്റെ മേൽ മഹാൻ ഖിലാഫിലും മുന്തി വിഫാഖിലും മുന്തി. ഖിലാഫ് പറയുകയാണെങ്കിലും ഉപരിക്കൈകാരൻ തഖദ്ദും ഉണ്ടാകുക ഖിലാഫിൽ. ഇത്തിഫാഖിലും എല്ലാത്തിലും മഹാനക്ക് തഖദ്ദും ഉണ്ടായിരുന്നു. വഅലൈഹി, ആ മഹാനരുടെ മേലാണ് ഹുമിലൽ ഹദീസുൽ മഷ്ഹൂർ, ഒരു മഷ്ഹൂറായ ഹദീസ് ചുമക്കപ്പെട്ട. എന്താണ് ഹംല ചെയ്യപ്പെട്ടത്? എന്താണത്? ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമാ, ഖുറൈശികളിൽപ്പെട്ട ഒരു ആലിമ്, യംലൗ തിബാഖൽ അർളി ഇൽമാ, ഭൂമിയുടെ അടുക്കുകളെ അഥവാ ഭൂമിയെ ഇൽമാൽ നിറക്കും എന്ന് മുത്ത് നബി പറഞ്ഞിട്ടുണ്ട്. അഇമ്മത്ത് പറയുന്നു, അതിൽപ്പെട്ടവരാണ് അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ പറയാ, ഇതാരാണ്? ആലിമ്. ഹാദൽ ആലിമു ഹുവ ശാഫിഈ റളിയല്ലാഹു അൻഹു. അതും ഇമാം ഷാഫി തങ്ങളാണ്, നമ്മുടെ ശേഷം. അല്ലാഹുവേ, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് അവരുടെ മദദ് നൽകണേ അല്ലാ, അവരുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ.